ഇന്നത്തെ ടോപ്പിക്ക് ഡിനോവോ സിന്തസിസ് ഓഫ് പ്യൂറിൻ ന്യൂക്ലിയോടൈഡ്സ്. നമുക്കറിയാം പ്യൂറിൻസ് ബേസിക്കലി അഡിനൈൻ ഗ്വാനനാണ്. അപ്പോൾ പ്യൂറിൻ ന്യൂക്ലിയോടൈഡ്സ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, അത് AMP, ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ് GMP. ഫസ്റ്റ് ഡിനോവോ സിന്തസിസിന് സൈറ്റ് എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസം ഓഫ് ലിവർ. നമ്മൾ പിരമിഡിൻ സിന്തസിസ് പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞു ഒരു സ്റ്റെപ്പ് മാത്രം മൈറ്റോകോൺട്രിയയിൽ, ബാക്കിയെല്ലാം സൈറ്റോപ്ലാസത്തിൽ. ഇവിടെ എല്ലാ സ്റ്റെപ്സും സൈറ്റോപ്ലാസം ഓഫ് ലിവറിലാണ്. പിന്നെ സബ്സ്ട്രേറ്റ്സ് നമ്മൾ പറഞ്ഞപ്പോൾ പിരമിഡിനിൽ ഗ്ലൂട്ടാമൈൻ, CO2, അസ്പാർട്ടേറ്റ് പറഞ്ഞത്. ഇവിടെ എക്സ്ട്രാ വരുന്നത് ഗ്ലൈസീനും THFയുടെ ഡിഫറെൻറ്റ് ഫോംസ്. നമ്മൾ സോഴ്സ് ഓഫ് ആറ്റംസ് നോക്കുമ്പോൾ ഫസ്റ്റ് നൈട്രജൻ അസ്പാർട്ടേറ്റ് ഡൊണേറ്റ് ചെയ്യണു, 3 and 9 നൈട്രജൻസ് ഗ്ലൂട്ടാമൈൻ ഡൊണേറ്റ് ചെയ്യണു, പിന്നെ 7th നൈട്രജൻ ഗ്ലൈസിൻ ഡൊണേറ്റ് ചെയ്യണം. പിന്നെ ഫോർമാൻ THF ആണ് സെക്കൻഡ് കാർബൺ ഡൊണേറ്റ് ചെയ്യണത്. പിന്നെ CO2 റെസ്പിറേഷൻ വഴി CO2 6th കാർബൺ ഡൊണേറ്റ് ചെയ്യണം. ബാക്കിയുള്ള കാർബൺ ആറ്റംസ് 5, 4, 8 മെഥനൈൽ THF ഡൊണേറ്റ് ചെയ്യണം. പിന്നെ ഈ സിന്തസിസിന് 6 ATP വേണം. ഇൻ്റർമീഡിയറ്റ് ആയി ഫസ്റ്റ് വരുന്ന ന്യൂക്ലിയോടൈഡാണ് IMP. അപ്പോൾ അതിനെ പാരന്റ് ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. IMP എന്ന് വെച്ചാൽ ഇനോസിൻ മോണോഫോസ്ഫേറ്റ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ മെറ്റീരിയൽ റൈബോസ് 5 ഫോസ്ഫേറ്റ് എന്നാണ് സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യണത്. ഫസ്റ്റ് സ്റ്റെപ്പ് 0 റൈബോസ് 5 ഫോസ്ഫേറ്റിനെ PRPP സിന്തസൈസ് ചെയ്യണം. അപ്പോൾ PRPP സിന്തറ്റൈസ് വഴി PRPP ഉണ്ടാക്കണു. സിന്തറ്റൈസ് ആയ കാരണം ഇവിടെ ATPനെ സൈക്ലിക് AMP ആവണം. അപ്പോൾ 2 ഫോസ്ഫേറ്റ് ബോണ്ട് ഉപയോഗിക്കും. സ്റ്റെപ്പ് 1 പിന്നെ PRPPയിലോട്ട് നമ്മൾ അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അമൈനോ ട്രാൻസ്ഫറേസ് വഴി ഫോസ്ഫോ റൈബേസിൽ അമീൻ ആവണം. ഇതാണ് നമ്മുടെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. ഈ അമൈൻ ട്രാൻസ്ഫർ ചെയ്യണത്, അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യണത് ഗ്ലൂട്ടാമൈൻ എന്നാണ്. അത് കാരണം ഗ്ലൂട്ടാമൈനെ ഗ്ലൂട്ടാമിക് ആസിഡ് ആക്കി PRPPയിലോട്ട് നമ്മൾ അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്ത് ഫോസ്ഫോ റൈബോസിൽ അമീൻ ഉണ്ടാകും. പിന്നെ സ്റ്റെപ്സ് 2 to 11 നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫൈനലി എൻ പ്രൊഡക്റ്റായി വരണത് ഫോസ്ഫോ റൈബോസിൽ അമീൻ. ഈ സ്റ്റെപ്സ് 2 to 11 വഴി IMP, അതായത് ഇനോസിൻ മോണോഫോസ്ഫേറ്റ്, ഇതാണ് നമ്മൾ പറഞ്ഞ പാരന്റ് ന്യൂക്ലിയോടൈഡ്. IMP ആണ് പിന്നെ AMPയും GMP ആവണത്. അപ്പോൾ IMP ഒരു പാത്ത് വഴി AMP ആവണം, വേറൊരു പാത്ത് വഴി GMP ആവണം. ഇപ്പോൾ AMP ആവണ പാത്ത് നോക്കുമ്പോൾ ആദ്യം IMP അഡെനിലോ സക്സിനേറ്റ് ആവണം. അഡെനിലോ സക്സിനേറ്റ് ബേസിക്കലി അമൈനോ ഗ്രൂപ്പും വേറൊരു അൺനോൺ ഗ്രൂപ്പ് ആഡ് ചെയ്യണം. നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്ത കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ X ഗ്രൂപ്പും അമൈനോവും IMPയിലോട്ട് ആഡ് ചെയ്യണം. എങ്ങനെയാണ് അഡെനിലോ സക്സിനേറ്റ് ആഡ് ചെയ്യണം? ഇവിടെ ഓർത്തിക്കേണ്ട കാര്യം, സിന്തറ്റൈസ് ആയ കാരണം ഒരു GTP ഉപയോഗിക്കണം. അപ്പോൾ ഈ എൻസൈം അഡെനിലോ സക്സിനേറ്റ് സിന്തറ്റൈസ്. അപ്പോൾ IMPനെ അഡെനിലോ സക്സിനേറ്റ് സിന്തറ്റൈസ് വഴി അഡെനിലോ സക്സിനേറ്റ് ആക്കണം. അമൈനോ ഗ്രൂപ്പും X ഗ്രൂപ്പും ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ന്യൂക്ലിയോടൈഡ് ആക്കണമെങ്കിൽ ഈ X ഗ്രൂപ്പ് പാടില്ലല്ലോ. അപ്പോൾ X ഗ്രൂപ്പ് അടുത്ത സ്റ്റെപ്പിൽ റിമൂവ് ചെയ്യണം. അപ്പോൾ അഡെനിലോ സക്സിനേറ്റിനെ അഡെനിലോ സക്സിനേസ് വഴി ഈ X ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ട് അഡെനൈലിക് ആസിഡ് ആവും. അപ്പോൾ അഡെനൈലിക് ആസിഡ് എന്ന് വെച്ചാൽ ന്യൂക്ലിയോടൈഡ്, അതായത് AMP. നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടി. പിന്നെ IMP GMP ആവാനുള്ള പാത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് IMP ഡീഹൈഡ്രജനേസ് വഴി XMP ആവണം. ഡീഹൈഡ്രജനേസ് ആയ കാരണം IMP എന്നുള്ള ഹൈഡ്രജൻ NAD+ലോട്ട് പോയിട്ട് NADH+ ആവണം. അപ്പോൾ ഈ സ്റ്റെപ്പിലൊരു NADH2 ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റായി ഫോം ചെയ്യണത് XMP എന്ന് വെച്ചാൽ സാന്തോസിൻ മോണോഫോസ്ഫേറ്റ്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പിൽ സാന്തോസിൻ മോണോഫോസ്ഫേറ്റിൽ നമുക്ക് അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മളിവിടെ കണ്ട് അഡെനിലോ സക്സിനേറ്റ് സിന്തസൈസ് ചെയ്തിട്ടാണ് അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യണേ. GMP സിന്തസൈസ് ചെയ്യുമ്പോൾ XMPയിലോട്ട് അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യണത് ഡയറക്റ്റ് അമൈനോ ട്രാൻസ്ഫറേസ് വഴി GMP ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലൂട്ടാമൈനെ ഗ്ലൂട്ടാമിക് ആസിഡ് ആക്കി, ഗ്ലൂട്ടാമൈൻ എന്നുള്ള അമൈനോ ഗ്രൂപ്പിനെ XMPയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് GMP ആക്കി. എൻസൈം അമൈനോ ട്രാൻസ്ഫറേസ്. ഈ സ്റ്റെപ്പിൽ ഒരു ATP യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു IMPനെ അഡെനിലോ സക്സിനേറ്റ് ആഡ് ചെയ്തപ്പോൾ ഇവിടെ അമൈനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒരു GTP യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ ATP യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനലി നമുക്ക് 2 പ്രൊഡക്ട്സ് കിട്ടി, AMPയും GMPയും. AMPയും GMPയും പിന്നെ ഫോസ്ഫോകൈനേസ് വഴി ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ADP, ATP, GDP, GTP ആവും. ഈ ഫോസ്ഫേറ്റ് വരണത് ATP എന്നാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഓരോ ATP ഉപയോഗിച്ച് ഇത് ഫൈനലി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് ആവും. അത് നമ്മുടെ ATPയും GTP ആവും. ഇത്രയേ ഉള്ളൂ പ്യൂറിൻ ന്യൂക്ലിയോടൈഡ് സിന്തസിസിനെ കുറിച്ച്. താങ്ക് യു.